പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ പബ്ലിക് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ അപ്ലോഡ് ചെയ്തിരുന്നു. കുറേ ആളുകളൊക്കെ അത് കാണുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കഥകൾ തുടർന്നും അപ്ലോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇന്നും മറ്റൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് എൻ്റെ അയൽ വീട്ടിലുള്ള ഒരു പ്രായം ചെന്ന ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. ഏകദേശം 90 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു വൃദ്ധനായ ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കഥയാണിത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ നടന്നതാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം നമുക്ക് കഥ ഒന്ന് കേട്ട് നോക്കാം. അതായത് ഒരു ഗ്രാമം, ഒരു കുഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അതിഭയങ്കരമായ മഴ പെയ്യുന്ന ഒരു സമയം. ഏകദേശം ആഴ്ചകളോളമായിട്ട് മഴ വിടാതെ പെയ്യുകയാണ്. അങ്ങനെ വെള്ളം കയറി തുടങ്ങി. പല വീടുകളിലും വെള്ളം കയറി തുടങ്ങി. താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങി. പല വീടുകളും ചുമരുകളൊക്കെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. അങ്ങനെ ആളുകൾക്ക് വീട്ടിനകത്തിരിക്കാൻ പേടിയായി തുടങ്ങി. അങ്ങനെ ആളുകളെല്ലാം കൂടി ചേർന്ന് കുറച്ച് ഉയർന്ന ഒരു സ്ഥലത്ത്, അതായത് തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഒരു വലിയ ഒരു മണ്ഡപം, ആ മണ്ഡപത്തിലേക്ക് ഈ ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ തിങ്ങി നിൽക്കുകയാണ്. കാറ്റും മഴയും അതുപോലെ തന്നെ ഇടിമിന്നലും എല്ലാം കൂടെ ഒരു പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഇടിമിന്നുകയാണ്. ഭയങ്കര ശബ്ദത്തോടു കൂടിയ ഇടിവെട്ട്. എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരു കാരണവർ പറഞ്ഞു അത്രേ, നമ്മളിൽ കൂടിയിരിക്കുന്നതിൽ ആരെങ്കിലും പാവം ചെയ്ത ആളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇടി നമ്മുടെ ഈ മണ്ഡപത്തിൽ വന്ന് വീഴുന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളിൽ ആരെങ്കിലും പാവം ചെയ്തവരുണ്ടെങ്കിൽ അവർ മാറി നിൽക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ആളുകൾക്ക് പരസ്പരം ചോദിക്കുകയാണ്, ആരാണ് പാവം ചെയ്തത്? എല്ലാവരും നല്ല ആളുകളാണ്, പാവം ചെയ്തവരൊന്നും ആരുമില്ല അതിൽ. അങ്ങനെ ഈ വയസ്സായ കാരണവർ പറയുകയാണ്, ആ മണ്ഡപത്തിന് കുറച്ച് ദൂരെയായിട്ട് ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ട്, ഒരു ആൽമരം. അപ്പോൾ നമ്മളിൽ ഓരോരുത്തർ പോയിട്ട് ആ ആൽമരത്തിൽ തൊടണം. ആൽമരത്തിൽ തൊടുമ്പോൾ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ പാവം ചെയ്ത ആൾ തൊടുമ്പോൾ ആ മരത്തിന് ആ തൊടുമ്പോൾ പെട്ടെന്നൊരു ഇടി വീഴുകയും ആ പാവം ചെയ്ത ആൾ മരിച്ചു പോവുകയും ചെയ്യും. അതല്ല, ഈ പാവം ചെയ്ത ആൾ നമ്മുടെ മണ്ഡപത്തിൽ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടി വന്ന് മണ്ഡപത്തിൽ വീഴും, നമ്മളെല്ലാവരും ചത്തുപോകും. അപ്പം അതിന് പരിഹാരമായിട്ടാണ് ഈ കാരണവർ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അങ്ങനെ ഈ ഐഡിയ കേട്ടോണ്ട് എല്ലാവർക്കും സ്വീകാര്യമായി. അത് ശരിയാണത്. നമ്മൾ ഇത്രയും ആളുകൾ കൂടിയിരിക്കുന്ന ഇടയിൽ ആരെങ്കിലും ഒരാൾ പാവം ചെയ്ത ആളുണ്ടെങ്കിൽ ഇടി തീർച്ചയായിട്ടും ഈ മണ്ഡപത്തിൽ വീഴും, നമ്മളെല്ലാവരും മരിച്ചു പോകും. അപ്പം അതിനേക്കാൾ നല്ലത് കാരണവർ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തരായിട്ട് പോയിട്ട് മരത്തിൽ തൊടാം. അങ്ങനെ പാവം ചെയ്ത ആളുണ്ടെങ്കിൽ ആ പാവം ചെയ്ത ആൾ മരത്തിൽ തൊടുമ്പോൾ ഇടി വീഴുകയും ആ മരവും ആ ആളും ചത്തുപോകും, ബാക്കി നമുക്കൊക്കെ രക്ഷപ്പെടാമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ കാരണവർ തന്നെ ആദ്യം പോയി. അദ്ദേഹം പോയിട്ട് തൊട്ടു വന്നു, ഇടി വീണില്ല. അങ്ങനെ ധൈര്യപൂർവ്വം ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോവുകയാണ്. 1, 2, 3 അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പോയി. ഓരോരുത്തർ വഴി തൊട്ടു വന്നു, ഇടിയൊന്നും വീണിട്ടില്ല. അങ്ങനെ എല്ലാവരും പോയി. ഒരേ ഒരാൾ മാത്രമാണ് ആ മണ്ഡപത്തിൽ ശേഷിക്കുന്നത്. അദ്ദേഹം പോകുന്നില്ല, അദ്ദേഹത്തിന് ഭയം. കാരണം ഇത്രയും ആളുകൾ പോയി, കൂടിയിരുന്ന ആളുകൾ മുഴുവൻ പോയിട്ടും മരത്തിൽ തൊട്ടു വന്നു, ഇടി വീണില്ല. അപ്പോൾ തീർച്ചയായിട്ടും താനായിരിക്കും ആ തെറ്റ് ചെയ്ത ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പോകാൻ മടി. അപ്പോൾ എല്ലാവരും കൂടെ ഇദ്ദേഹത്തെ എന്ത് പറഞ്ഞു, ഞങ്ങളെല്ലാവരും പോയി തൊട്ടു വന്നു, നിങ്ങൾ പോയി തൊട്ടു വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഇയാളും പോയി തൊടുകയാണ്. അങ്ങനെ ഇയാൾ പോയി മരത്തിൽ തൊട്ടുടനെ ഭയങ്കരമായിട്ടുള്ളൊരു ഇടി വീണു. പക്ഷേ ഇടി വീണത് മരത്തിലല്ല കേട്ടോ, മണ്ഡപത്തിലാണ് വീണത്. അപ്പോൾ ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്, ആ മണ്ഡപത്തിൽ കൂടിയിരുന്നതിൽ എല്ലാവരും തന്നെ, ഇയാൾ ഒഴികെ ബാക്കി എല്ലാവരും പാവം ചെയ്ത ആളായിരുന്നു.
ഈ ഒരു പാവം മനുഷ്യൻ അതിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത്ര ആളുകൾക്ക് ഇടി വീഴാതിരുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിലെ നല്ലവനെയും കെട്ടവനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ വളരെ രസകരമായിരുന്നു. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യുക. വീണ്ടും ഇത്തരത്തിലുള്ള നല്ല നല്ല കഥകളുമായി വീണ്ടും സന്ധിക്കും വരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.